കോട്ടയം തിരുവാതിക്കലിൽ നാടിനെ നടുക്കിയ അരുംകൊലയുടെ കാരണം തേടുകയാണ് പോലീസ്. വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും പ്രതി അതിമൃഗീയമായാണ് കൊലപ്പെടുത്തിയത്. എല്ലാ സുരക്ഷയും മറികടന്നാണ് കൊലപാതകി വീട്ടിനുള്ളിലേക്ക് കടന്നത്. ജനൽപ്പാളിയിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയാണ് അകത്ത് പ്രവേശിച്ചത്. അകത്തും പുറത്തും ഉണ്ടായിരുന്ന CCTVകളുടെ ഹാർഡ് ഡിസ്കുകൾ കൊലയാളി കൊണ്ടുപോയി. വീട്ടിലെ നായ ഇപ്പോഴും മയക്കത്തിലാണ്. വിജയകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, വളരെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം കേൾക്കുമ്പോൾ നമ്മളൊക്കെ നടുങ്ങിപ്പോകുന്ന ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടന്നു വരുന്നു എന്നുള്ളതാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും തുമ്പൊക്കെ പോലീസിന് ലഭ്യമാകുന്നുണ്ടോ? കസ്റ്റഡിയിലുള്ള ആളുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ? പറയൂ. അക്ഷയ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനുള്ള ആംബുലൻസുകൾ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റും. ഒരുപക്ഷെ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുക. അമേരിക്കയിലുള്ള മകൾ തിരിച്ചെത്തിയ അല്ലെങ്കിൽ അവരുടെ വരവ് അനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക. നിലവിൽ ഫോറൻസിക് വിദഗ്ധർ മാത്രമാണ് വീടിനകത്തും ഫോറൻസിക് വിദഗ്ധരും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് വീടിൻ്റെ അകത്തുള്ളത്. ഡോഗ് സ്ക്വാഡ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരാളാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അതിൻ്റെ തുടർചലനങ്ങളോ അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരാൾ നടത്തിയ കൊലപാതകമാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അമിത് എന്ന ഇവരുടെ മുൻ ജീവനക്കാരനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. 6 മാസം മുമ്പ് അമിത് ഈ വീട്ടിൽ നിന്നൊരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ജയിലിലാവുകയും 1 മാസം മുൻപാണ് ഇയാൾ പുറത്തിറങ്ങിയത്. ഒരുപക്ഷെ അമിത് എത്തി പ്രതികാരം ചെയ്തതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ വലിയ വീടാണ്. 16,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് ഉള്ള ഒരു വീട്. അതിൻ്റെ ചുറ്റും 6-7 അടി പൊക്കത്തിൽ മതിലുണ്ട്. റിമോട്ട് വെച്ച് തുറക്കുന്ന ഗേറ്റ്, ഒപ്പം തന്നെ നിരവധി CCTVകൾ. അങ്ങനെ എന്ന് മാത്രവുമല്ല, ഇതൊരു തിരക്കേറിയ പ്രൈവറ്റ് ബസ് റൂട്ട് അടക്കമുള്ള തിരക്കേറിയ റോഡാണ്. രാത്രിയിലുമൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. ചുറ്റും വീട് ഒരു വലിയൊരു വളപ്പിൽ വീടാണെങ്കിൽ പോലും അതിന് ചുറ്റുവട്ടമൊക്കെ തന്നെ വീടുണ്ട്. ഒരു 50 മീറ്റർ ചുറ്റളവിലൊക്കെ താമസമുള്ള സ്ഥലം തന്നെയാണ്. അവിടേക്ക് ഇത്രയും അതിസുരക്ഷയുള്ള സ്ഥലത്തേക്ക് ഒരാൾ എത്തണമെങ്കിൽ അയാൾ ഈ വീട് കൃത്യമായി പരിചയമുള്ള ആളായിരിക്കും എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അയാൾ വീടിനകത്തേക്ക് കയറിയത് ഒരു ജനല് അതിൻ്റെ കൊളുത്ത് മാറ്റി തുറന്ന് ആ ജനലിലൂടെ കതക് തുറന്ന് അകത്തേക്ക് കയറി എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ദമ്പതികളെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിദാരുണമായ കൊലപാതകമാണ്. കാരണം ഈ മൃതദേഹം കണ്ടവരൊക്കെ പറയുന്നത് നമുക്ക് ഒരു നോക്ക് പോലും കാണാൻ പറ്റാത്ത അത്രമേൽ പൈശാചികവും ക്രൂരവുമായ രീതിയിൽ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. കോടാലി കൊണ്ട് പലതവണ വെട്ടിയിട്ടുള്ള പാടുകളുണ്ടെന്നാണ് മൃതദേഹം കണ്ട ആളുകൾ പറയുന്നത്. അത്രമേൽ ദാരുണമായൊരു കൊലപാതകമാണ്. 1 മണിയോടുകൂടി SP മാധ്യമങ്ങളോട് പറഞ്ഞത് വരുന്ന മണിക്കൂറിൽ ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ചാണെങ്കിൽ അമിത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ പോലീസ് പറയുന്നത് ഇയാൾ കസ്റ്റഡിയിലില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമാവും. വിജയകുമാറിൻ്റെ മകൻ 4 വർഷം മുൻപാണ് മരിച്ചത്. മകനെ ഇവിടെ അടുത്തുള്ള കാരിത്താസ് റെയിൽവേ ക്രോസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ മകൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ള പിതാവിൻ്റെ പരാതിയും നിയമപോരാട്ടത്തിനുമൊടുവിൽ അന്വേഷണം CBIക്ക് ഹൈക്കോടതി കൈമാറിയിരുന്നു. 1 മാസം മുൻപാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. അവരടക്കം ഈ വിവരങ്ങൾ, അതായത് ഈ കൊലപാതകം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കാരണം ഇത് മരണവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനാണോ എത്തിയത്? ഇപ്പോൾ CBI നേരിട്ട് സംഘം ഇവിടെ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി വിവരങ്ങൾ ശേഖരിക്കുകയാണ്, ആശയവിനിമയം നടത്തുകയാണ് ചെയ്തത്. കാരണം ഈ ഗൗതമിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു അച്ഛൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്നുണ്ടായിരുന്ന സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അടക്കം കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല തെളിവുകൾ ഉണ്ടായിട്ടും സംസ്ഥാന പോലീസ് അതൊന്നും പരിഗണിച്ചില്ല. ഏകമകനാണ്, വലിയ സാമ്പത്തിക പശ്ചാത്തലമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു കുടുംബത്തിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ എന്തിന് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യണമെന്നുള്ള സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ചോദ്യം പോലും
കേരള പോലീസ് നടത്തിയില്ല. അതുകൊണ്ട് ഇതിൽ വിശദമായ അന്വേഷണം, CBI അന്വേഷണം വേണമെന്നായിരുന്നു അച്ഛൻ്റെ ഹൈക്കോടതിയിലെ വാദം. ആ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരം യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. ഇതിൻ്റെ ഒരു പ്രാഥമിക FIR, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ആ കേസ് വായിക്കുമ്പോൾ CBIയുടെ വാദം എന്ന് പറയുന്നത് ഇങ്ങനത്തെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നാൽ കൊലപാതകത്തിൻ്റെ സാഹചര്യം കോടതി പറഞ്ഞതനുസരിച്ച് പരിശോധിക്കാം എന്നുള്ളൊരു FIR ആണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ ഇത്രയും വലിയൊരു നിയമ പോരാട്ടം നടത്തി ആ കേസ് CBIയിലേക്ക്, മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറുന്ന ഘട്ടത്തിലാണ് സ്വന്തം വീടിനുള്ളിൽ വെച്ച് വിജയകുമാറും ഭാര്യ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഈ കേസിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു കണക്ഷൻ, കാരണം കേരള പോലീസ് ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഈ മകൻ്റെ മരണവുമായി ഈ കേസിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം മകൻ്റേത് ആത്മഹത്യയാണെന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതായത് കേസ് അവസാനിപ്പിച്ച കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ വാദം ശരിയല്ല എന്ന് സ്വയം അവർ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും പരസ്യമായി ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ CBI സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്.